ഷെയ്ൻ നിഗത്തിന്റെ ആദ്യ തമിഴ് സിനിമയായ മദ്രാസ്കാരൻ സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാലി മോഹൻരാജ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഷെയ്ൻ നിഗം, കലയരസൻ, നിഹാരിക, ഐശ്വര്യ ദത്ത, ഗീത കൈലാസം, കരുണാസ്, പാണ്ഡ്യരാജൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ ഇമോഷണൽ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളതും. ചെന്നൈയിൽ നിന്നും പുതുക്കോട്ട എന്ന ഗ്രാമത്തിലേക്ക് എത്തിയ ഷെയ്ൻ നിഗത്തിന്റെ കഥാപാത്രത്തിന് ഒരു പ്രണയം ഉണ്ടാവുന്നതും തുടർന്ന് അത് കല്യാണത്തിലേക്ക് എത്തിപ്പെടുന്നതുമൊക്കെയായി സാവധാനം ആരംഭിക്കുന്ന ഒരു കഥയാണ് സിനിമയുടേത്. എന്നാൽ തന്റെ അശ്രദ്ധ മൂലം ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഷെയ്ൻ നിഗത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആ പ്രശ്നങ്ങളെല്ലാം അഫക്ട് ചെയ്യുന്നത് കലയരസന്റെ കഥാപാത്രത്തെയാണ്. അവിടെ നിന്ന് ആരംഭിക്കുന്ന ഈഗോ ക്ലാഷ് ആണ് സിനിമയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു ഈഗോ ക്ലാഷിൽ തുടങ്ങി സൗഹൃദവും കുടുംബവും പ്രണയവും ഒക്കെ കഥയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് മുമ്പിലേക്ക് വരുമ്പോഴും ഓരോ കഥാപാത്രങ്ങളുടെയും ഇമോഷൻസിനെ ഗംഭീരമായി തന്നെ സ്ക്രീനിൽ കൊണ്ടുവരാൻ സംവിധായകന് സാധിക്കുന്നുണ്ട്. അവരുടെയൊക്കെ സാഹചര്യങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ പ്രേക്ഷകൻ എന്നതിലുപരി സിനിമ കണ്ടിരിക്കുന്നവർക്ക് അതിലേക്ക് കണക്ട് ആവാൻ സാധിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങളിലേക്ക് വന്നാൽ മലയാളി കൂടിയായ ഷെയ്ൻ നിഗത്തിന് ആദ്യമായി ലഭിച്ച തമിഴ് സിനിമ എന്നത് വെച്ച് നോക്കുമ്പോൾ ഗംഭീര ഒരു കഥാപാത്രത്തെയാണ് ഷെയ്ന് മുന്നിലെത്തിയത്. അത് നല്ല ക്ലാസ് ആയി തന്നെ അഭിനയിച്ച് ബലിപ്പിക്കാനും ഷെയ്ന് സാധിച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവായി തോന്നിയത് ചിത്രത്തിലെ ഡബ്ബിംഗ് ആയിരുന്നു. സിനിമയുടെ കഥ നടക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. അവിടെ ഉള്ളവർ സംസാരിക്കുന്ന ഒരു തമിഴ് സ്ലാങ് ഉണ്ട്. അതും ഷെയ്ന് വർക്കായിട്ടില്ല. പിന്നെ ഷെയ്ന്റെ കഥാപാത്രം മദ്രാസ്കാരൻ എന്നാണ് പറയുന്നത്. ആ ഒരു മദ്രാസ്കാരന്റെ തമിഴ് ചുവയും ഷെയ്ന് വരുന്നില്ല. പകരം ഒരു മലയാളി തമിഴ് സംസാരിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഷെയ്ൻ തമിഴ് സംസാരിക്കുന്നത്. അത് സിനിമയ്ക്കുള്ളിൽ ഒരു കല്ലുകടിയായി തന്നെ തുടക്കം മുതൽ അവസാനം വരെ തോന്നും. ഷെയ്ന് പകരം വേറെ ആരെങ്കിലും ഡബ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. പിന്നെ സിനിമയ്ക്കുള്ള മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കലയരസനാണ്. അദ്ദേഹത്തിന് ലഭിച്ച ക്യാരക്ടർ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടാതെ സിനിമയിലെത്തിയ മറ്റു കഥാപാത്രങ്ങളൊക്കെ അവർക്ക് നൽകിയിരിക്കുന്ന ക്യാരക്ടറിനെ നല്ല വെടിപ്പായി തന്നെ സ്ക്രീനിൽ എത്തിച്ചിട്ടുമുണ്ട്. ഈ സിനിമയുടെ ഫോർമാറ്റ് എന്നത് രണ്ടുപേർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് തന്നെ. നമ്മൾ ഇതേ ടെംപ്ലേറ്റിൽ ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ സിനിമയും സാവധാനം ആരംഭിച്ച് ഒരു മൊമെന്റിൽ എത്തുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്ന ക്യൂരിയോസിറ്റി ഒക്കെ സമ്മാനിച്ച് നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ നൽകിയാണ് ഇന്റർവെല്ലിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ഹോസ്പിറ്റൽ സീനിലെ ഷെയ്ന്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര അധികം നമുക്ക് കണക്ട് ആകും. എന്നാൽ ഇന്റർവെല്ലിന് ശേഷം സിനിമയുടെ ഗ്രാഫ് പതിയെ താഴേക്ക് പോകുന്നത് പോലെ തോന്നി. വ്യക്തമായി പറഞ്ഞാൽ വെടിപ്പില്ലാത്ത തിരക്കഥ കാരണം രണ്ടാം പകുതിയിൽ പലയിടങ്ങളിലും ലാഗ് ഫീൽ ചെയ്തു. ക്ലൈമാക്സിൽ സംവിധായകൻ ഒരു മെസ്സേജ് പോലെ ഒരു സംഭവം ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയ്ക്ക് അത് ഉതകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് വർക്കായില്ല. ചിലപ്പോൾ നിങ്ങൾക്കത് വർക്കായേക്കാം. പിന്നെ ഇതിലെ ആക്ഷൻ സീനുകളൊക്കെ കുറച്ച് റോ ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് സിനിമ കണ്ടിരിക്കുമ്പോൾ ഒരു പുതുമ സമ്മാനിക്കുന്നുണ്ട്. സിനിമയിലെ ബിജിഎം മികച്ചു നിന്നപ്പോൾ പാട്ടുകൾ ബിലോ ആവറേജ് ഫീൽ ആണ് സമ്മാനിച്ചത്. പിന്നെ ഈ സിനിമയിലെ ഒരു റൊമാന്റിക് സോങ്ങിന് കൊറിയോഗ്രാഫർ ഇല്ലാത്തതുപോലെ തോന്നി. നമ്മുടെ RDXലെ നീലനിലവേ സോങ്ങിലെ അതേ കൊറിയോഗ്രാഫി തന്നെ ഈ ഒരു സോങ്ങിലും ഷെയ്ൻ വീണ്ടും ആവർത്തിച്ച് വെച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ആകെ മൊത്തത്തിൽ മദ്രാസ്കാരൻ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത്. ഒരു ആവറേജ് മൂവി അത്രമാത്രം.